ഇനിയുള്ള ദിവസങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നീറ്റിന് മാക്സിമം സ്കോർ നിങ്ങൾക്ക് നേടാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത പോലെ തന്നെയായിരുന്നു. നിങ്ങളൊരു ഡ്രീം കോളേജിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. അത് എനിക്ക് അവസാനമായപ്പോഴേക്കും ഒരു വലിയ മിസ്റ്റേക്ക് ആയിട്ടാവുന്നത്. ഹായ് ഹലോ, വെൽക്കം ടു DNA ലേണിംഗ്. നീറ്റ് 2025 നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്ന് നമ്മുടെ കൂടെ നീറ്റിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ഒരാളും കൂടെ ഉണ്ട്. അപ്പോൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻറ്റിലെ എവിലിനെ നമുക്ക് വെൽക്കം ചെയ്യാം. ഹലോ എവിലിൻ. ഹലോ. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും ഉള്ളൊരു സംശയമായിരിക്കും, ഇനിയുള്ള 30 ദിവസം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളത്. ടെൻഷൻ ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, അതുകൊണ്ട് പഠിച്ചു തീർന്നിട്ടില്ല, ബാക്ക്ലോഗ്സ് ഉണ്ട്, ഇതൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ എങ്ങനെയാണ് ഒരു നീറ്റ് ആസ്പിരന്റ് ഇനിയുള്ള ദിവസം 30 ദിവസം ചില്ലായി കൂളായിട്ട് പഠിച്ചു പോകേണ്ടത്? ലാസ്റ്റ് 30 days എന്ന് പറയുമ്പം ഞാൻ ആദ്യം പറയാൻ പോകുന്നത് നിങ്ങളുടെ ഹെൽത്ത് ആദ്യം തന്നെ നോക്കുക. കാരണം ഈ അവസാനത്തെ 30 ദിവസമായിരിക്കും നിങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് ടെൻഷൻ അടിച്ചിട്ട് എനിക്ക് അത് പഠിക്കണം ഇത് പഠിക്കണം ഉറക്കമൊക്കെ കളഞ്ഞിരുന്ന് പഠിക്കാൻ പോകുന്നത്. പക്ഷെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനത്തെ ദിവസം നിങ്ങൾ ഫുൾ ടയർഡ് ഡ്രെയിൻഡ് ഔട്ട് ആവും. അപ്പോൾ ആദ്യം നിങ്ങളുടെ ഹെൽത്ത് നോക്കുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പുതിയ കോൺസെപ്റ്റ്സ് പഠിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം ഞാൻ അവസാന സമയത്ത് പുതിയതായിട്ട് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. പഴയ കാര്യങ്ങൾ ഇപ്പം പറഞ്ഞ പോലെ ഫോർമുല ബുക്ക് ഒന്നുണ്ട്, പക്ഷെ ആ സ്റ്റിക്കി നോട്ട്സ് ഞാൻ എഴുതി വെച്ചിരുന്നത് വായിക്കുക. പിന്നെ ഈ സമ്മറൈസ്ഡ് പോയിന്റ്സും കുഞ്ഞു നോട്ട്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ ഇരുന്ന് വായിക്കുക. PYQs സോൾവ് ചെയ്യുക. പുതിയതൊന്നും പഠിക്കേണ്ടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ കൺഫ്യൂഷൻ ആവും. പിന്നെ അവസാന നിമിഷത്തിൽ നിങ്ങൾ വെറുതെ അൺനെസസറി ആയിട്ടുള്ള മിസ്റ്റേക്കും അൺനെസസറി ആയിട്ടുള്ള ടൈം വേസ്റ്റേജും ആയിരിക്കും. അപ്പം പഴയ കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, PYQs സോൾവ് ചെയ്യാം. പിന്നെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു 2-3 മോക്ക് ടെസ്റ്റ് എങ്കിലും മിനിമം അറ്റൻഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ, അതിന് വേണ്ടിയിട്ട് ഒരു 3 മണിക്കൂറായിട്ടൊരു എക്സാം വെച്ചിരുന്ന് അത് ചെയ്യുകയാണെങ്കിൽ ആ എക്സാം എഴുതി കഴിഞ്ഞ് നിങ്ങൾ തന്നെ അത് അനലൈസ് ചെയ്യുക, എന്തൊക്കെ മിസ്റ്റേക്സ് വരുത്തി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലപ്പോൾ ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ അന്ന് ഓർക്കും ഞാനിത് ചെയ്തിട്ട് തെറ്റായിട്ട് പിന്നെ ഞാനിത് ശരിയാക്കിയ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പം അനലൈസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെറുതെ എക്സാം മാത്രം എഴുതി പോയി. ഇപ്പം എനിക്ക് എക്സാമിന് ഒരു 720 600 കിട്ടി, അതിനകത്ത് ആ 120 മാർക്സ് എങ്ങനെയാണ് പോയെന്ന് മനസ്സിലാക്കുക. ചിലപ്പോൾ ആ ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും നീറ്റിന് ചോദിക്കുക. എനിക്കിപ്പം അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം ഈ അവസാന നിമിഷത്തിലൊക്കെ മോക്കിൽ എഴുതിയ ക്വസ്റ്റ്യൻസ് സെയിം ഈ വാല്യൂസ് പോലും വ്യത്യാസം വരാതെ നീറ്റിൽ വന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഓക്കെ ഞാനിത് അന്ന് ചെയ്തില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പം മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, റിവൈസ് ചെയ്യുക, ഹെൽത്ത് നോക്കുക, നന്നായിട്ട് ഉറങ്ങുക, സ്ട്രെസ് ചെയ്യണ്ട. കാരണം എല്ലാവരും ഇപ്പം ആ ഒരു ഫേസിൽ കൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. അപ്പം ഇപ്പം അവരും നിങ്ങളെക്കാളും കൂടുതൽ സ്കോർ ചെയ്യുക, അങ്ങനെ ഒന്നും ടെൻഷൻ വേണ്ട. നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാവരും പറയുന്നത്, സ്റ്റുഡൻസ് കൂടുതലായിട്ട് പറയുന്ന കാര്യമാണ് ബയോളജിയിലാണ് അവർക്ക് കൂടുതൽ നെഗറ്റീവ് വരുന്നത്. ഓൾമോസ്റ്റ് അവർക്ക് എല്ലാ കോൺസെപ്റ്റും അറിയാം, അവർ നന്നായിട്ട് ബയോളജി വായിക്കുന്നുണ്ട്. ഇപ്പം ഈ നെഗറ്റീവ്സ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, നെഗറ്റീവിൽ നിന്ന് നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ എന്താണ്, ഏത് വഴിയൊക്കെയാണ് എവിടെയും യൂസ് ചെയ്തത്? ഇപ്പം ബയോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. കാരണം ഇപ്പം ഞാൻ നീറ്റ് എഴുതിയ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട സമയത്ത് ഞാനിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ ഇത് നോക്കണ്ട ഇമ്പോർട്ടൻ്റ് ആയിരിക്കില്ല എന്ന് വിട്ട് കളഞ്ഞ ഭാഗത്തു നിന്നൊക്കെ ക്വസ്റ്റ്യൻ എന്തോ ഭാഗ്യത്തിന് അത് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, മാർക്ക് കിട്ടി. അങ്ങനെ വിട്ട് കളയണം. പക്ഷേ ബയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ പോലെ, അല്ലെങ്കിൽ ആ കുഞ്ഞു ബോക്സുകൾ, പിന്നെ ഫാക്ട്സ് ടു റിമെമ്പർ, അങ്ങനത്തെ സംഭവങ്ങൾ ഒന്നും വിടാൻ പാടില്ല. കാരണം ബയോളജി ഈച്ച് ആൻഡ് എവറി ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT തന്നെ ധാരാളം. ഇപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് അത് ഇങ്ങനെ നിങ്ങളെ തന്നെ ഒന്ന് കോൺഫിഡൻ്റ് ആക്കാൻ വേണ്ടി ചെയ്യണമെന്നുണ്ടെങ്കിൽ PYQs ചെയ്യുക. പിന്നെ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യും. ഇത് മാത്രം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബയോളജി ഈസി ആയിട്ട് കിട്ടാം. എനിക്ക് ബയോളജി ആയിരുന്നു ഏറ്റവും ഈസി. അതെനിക്ക് ഇപ്പോഴും ബയോളജി ഇഷ്ടമായിട്ടാണ് ഈ പ്രൊഫഷൻ തന്നെ ചൂസ് ചെയ്തത്. അപ്പം അത് ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ചാൽ മതി. പിന്നെ PYQs. സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യമാണ് അവർക്ക് മാർക്ക് കൂടുന്നില്ല, പഠിക്കുന്നുണ്ട്, കുറേ നേരം പഠിക്കുന്നത് മാർക്ക് കൂടുന്നില്ല എന്ന്. എവലിന് എത്ര അവർ പഠിക്കുമായിരുന്നു ഡെയിലി? ഹാർഡ് വർക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇക്കാര്യത്തിൽ. പക്ഷെ ഇതിൻ്റെ കൂടെ കുറച്ച് സ്മാർട്ട് വർക്കും കൂടെ വേണം. കാരണം ഇപ്പം നമ്മളൊരു 17 മണിക്കൂർ കഷ്ടപ്പെട്ട് ഇരുന്ന് പഠിക്കണം എന്ന് വിചാരിച്ച് പഠിക്കുന്നതിനേക്കാളും ഒരു 10 മണിക്കൂർ പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു ബൈബിളിലൊക്കെ ഉള്ളൊരു കാര്യമാണ് ഈ മാർക്ക് കുറയുന്നതിനെ കുറിച്ച് ഇപ്പോൾ ചോദിച്ചല്ലോ. ഈ മുൻപന്മാർ പിൻപന്മാരാകും, പിൻപന്മാർ മുൻപന്മാരാകും എന്നൊക്കെ പറയുന്നേക്കാം. കാരണം ഇപ്പം എൻ്റെയൊക്കെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എല്ലാ തവണയും ഈ എക്സാമിന് 700+ കിട്ടിക്കൊണ്ടിരുന്ന കുട്ടി ഉണ്ടായിരുന്നു. പക്ഷേ നീറ്റിൻ്റെ സമയം വന്നപ്പം ചിലപ്പം ആ ഒരു ദിവസത്തിൻ്റെ പ്രശ്നം കൊണ്ടാകാം, പക്ഷേ അവർക്ക് പിന്നെ മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു 500-600 ആ റേഞ്ചിലുള്ള കുട്ടിക്ക് നല്ലതായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. ചിലപ്പോൾ അവരുടെ കോൺഫിഡൻസ് കാരണമാവാം, ചിലപ്പോൾ അത്രയും വർക്ക് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്തുകൊണ്ടാവാം. എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്ക് കിട്ടുന്നവർക്ക് കുറയുന്നല്ല പറയുന്നത്, പക്ഷെ കുറയുന്നവർ വിഷമിക്കൊന്നും വേണ്ട. ഇപ്പം എനിക്കാണെങ്കിലും മോക്ക് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് 500 ബിലോ ഒക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് സെലക്ഷൻ കിട്ടുമോ, പക്ഷേ ആ ഒരു സമയത്ത് എല്ലാം കറക്റ്റായിട്ട് വന്നോളും, ആരും പേടിക്കൊന്നും വേണ്ട.
നിങ്ങളുടെ കാര്യം വൃത്തിയായിട്ട് ചെയ്താൽ മതി. എപ്പോഴും നമ്മൾ വിചാരിക്കുക ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് റെഡി ആക്കിയിട്ട് ബാക്കി കെമിസ്ട്രി തുടങ്ങാന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല, 3 സബ്ജക്ട് ബാലൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു 600+ സ്കോർ ഈ ഒരു സമയത്ത് പറയുകയാണെങ്കിൽ 650+. നമ്മളെ ജൂനിയർ ബാച്ച് കണ്ടിട്ടില്ലേ, 680 690 ആൾക്കാരാണ് CMC-യിലൊക്കെ കയറിയിട്ടുള്ളത്. അപ്പം അങ്ങനെ സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 3 സബ്ജക്റ്റും ഡെയിലി പഠിക്കണം. 3 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇനിയുള്ള ദിവസങ്ങൾ നിർബന്ധമായിട്ടും 3 സബ്ജക്റ്റ് ഡെയിലി പഠിക്കുക. അതിനുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ആദ്യം ഞാൻ പറയാറുണ്ടായിരുന്നു 50 ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി എന്നൊക്കെ. അപ്പോൾ അടിയിൽ തന്നെ യൂട്യൂബിലെ കമൻസ് കുറേ ആൾക്കാർ വരും, ഞങ്ങൾ ഇപ്പോഴേ 100-200 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, 1000 ക്വസ്റ്റ്യൻ ചെയ്തിട്ട്. മൊത്തത്തിൽ 1000 ക്വസ്റ്റ്യൻ ഒന്നും ചെയ്താൽ പോരാ, അതൊരു 5000 10000. ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു 3 വർഷം ഞാൻ നീറ്റിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. 20000 ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടാവും. അത് നമ്മൾ അറിയാതെ നമ്മൾ ചെയ്യും. കാരണം മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ 180 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അതിന് കൂടെ അടുത്ത ടെസ്റ്റ് ചെയ്യുമ്പോൾ 180 ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മൾ പഠിക്കുന്ന കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അവസാനം ക്യുമുലേറ്റീവ് വരുമ്പോൾ നമ്മൾ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ എക്സ്ട്രാ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. അത് നീറ്റ് എക്സാമിന് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന സ്റ്റുഡൻസ്, നീറ്റ് 2025 ആസ്പിരൻസിനോട് എവലിന്ന് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താ, കൊടുക്കാനുള്ള ഒരു അഡ്വൈസ്? ഇനിയിപ്പോൾ 30 ദിവസത്തിനടുത്തേ ബാക്കിയുള്ളൂ. അപ്പം ഈ ഒരു 30 ദിവസം ഒരു ടൈം ടേബിൾ പോലെയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഞാൻ പറയാം, ഓരോ ദിവസം എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം ഇപ്പം നിങ്ങൾ ലേറ്റ് നൈറ്റ് ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവാം, ഏർലി മോർണിംഗ് എണീറ്റിരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ലൈക്ക് നൈറ്റ് ഔൾസും മോർണിംഗ് ബേർഡ്സും ഉണ്ടാവും. അപ്പം നിങ്ങൾ എപ്പോഴാണോ അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് മാറ്റി വയ്ക്കുക. ലൈക്ക് ആ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ബോഡിയൊക്കെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് ഫ്രഷനപ്പ് ആയിട്ട് കുറേ വെള്ളമൊക്കെ കുടിച്ച് സ്വയം ഹൈഡ്രേറ്റ് ചെയ്ത് നല്ല ബ്രെയിനിനെയൊക്കെ പവർഫുൾ ആക്കി നിങ്ങൾ ചെന്നിരിക്കുക പഠിക്കുന്ന സ്ഥലത്ത്. കിടന്നോ അല്ലെങ്കിൽ ഭയങ്കര ലേസി ആയിട്ടിരിക്കാതെ പഠിക്കുന്ന ടേബിളിലും ചെയറിലും പോയിരിക്കുക. അന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെ ചെയ്യുമെന്ന് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കാം. 30 ദിവസത്തെ ടൈം ടേബിൾ ഒന്നും ഉണ്ടാക്കാൻ പറയുന്നില്ല, ജസ്റ്റ് അന്നത്തെ ദിവസം ഞാൻ ഇത്രയൊക്കെ കവർ ചെയ്യും. ജസ്റ്റ് ഒരു ഓവർവ്യൂ പോലെ ഉണ്ടാവും, ഞാൻ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്രയൊക്കെ കവർ ചെയ്യും. പക്ഷേ ഒരു പ്രോപ്പർ ഒരു ടൈം ടേബിൾ പോലെ അല്ലാതെ ആ പേപ്പറിൽ ഞാൻ ഇന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യും, ഒരു മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇത്ര PYQs ചെയ്യും, NCERT ഒരു 2-3 ചാപ്റ്റേഴ്സ് ബയോളജി വായിക്കും, ഇത്ര എഴുതി വയ്ക്കുക. എന്നിട്ട് അന്ന് ഞാനിത് ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് അന്നത്തെ ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഞാനൊരു അവസാന നിമിഷമായിരിക്കും കുറച്ചൊരു കോൺഫിഡൻസ് ബൂസ്റ്റർ പോലെ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. അന്ന് വെക്കുന്ന ആ ഒരു കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്ത് തീർക്കുക. അന്നപ്പോൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഹാപ്പി ഫീലിംഗ് ആയിരിക്കും, കാരണം ഞാനിത് ചെയ്ത് തീർത്തു. പക്ഷെ ഓവർ കോൺഫിഡൻ്റ് ആവരുത്. കാരണം നമ്മളിങ്ങനെ ഒരു 30 ദിവസത്തേക്ക് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ചെയ്ത് തീർക്കുന്നതിന് മുമ്പ് ഒരു കോൺഫിഡൻസ് ആയിരിക്കും, ഓക്കെ ഞാൻ ഇപ്പോഴേ ഇതൊക്കെ ചെയ്ത് തീർക്കും. പക്ഷെ അതിന് പകരം ഈ ഒരു 1 ഡേ പോലെ ആ ഒരു സംഭവം ചെയ്ത് നോക്കുക, അത് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോണ്ട ബൈൻ്റെ ഒരു ബുക്കുണ്ട് സീക്രട്ട് എന്ന് പറഞ്ഞിട്ട്. അതിലിങ്ങനെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറയും. കാരണം ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് എനിക്കത് നേടി എന്ന് മനസ്സിൽ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്ത് എനിക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളത് നേടിയിരിക്കും എന്നൊരു സംഭവമുണ്ട്. ആ ബുക്കിൽ ആ കാര്യം എനിക്ക് ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിക്കായിരുന്നു, ഞാനിങ്ങനെ വൈറ്റ് കോട്ടൊക്കെ ഇട്ട് സ്റ്റെത്തൊക്കെ ഇട്ട് ഇങ്ങനെ MBBS സ്റ്റുഡൻ്റായിട്ട് ജോയിൻ ചെയ്ത് പഠിക്കുന്ന കാര്യം. അപ്പോൾ ഇപ്പം ഞാനിതിങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ അന്ന് ആലോചിച്ച ആ കാര്യമാണ് ഇപ്പം ഞാൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒന്ന് ജസ്റ്റ് മാനിഫെസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോഴേ നിങ്ങൾ ചിന്തിക്കാം, ഞാൻ നീറ്റ് എഴുതി അടിപൊളി സ്കോറായിട്ട് ഇപ്പോൾ ഒരു MBBS സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. ചിലപ്പം നിങ്ങൾ അടുത്ത വർഷം ഞങ്ങളുടെ ജൂനിയേഴ്സ് ആയിട്ടായിരിക്കും ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഇനിയുള്ള ദിവസങ്ങളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നീറ്റിന് മാക്സിമം സ്കോർ നിങ്ങൾക്ക് നേടാൻ പറ്റും. നിങ്ങളൊരു ഡ്രീം കോളേജിലേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കണം. എവലിൻ്റെ നീറ്റിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇനിയുള്ള ദിവസം ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈമാണെന്നുള്ളത്. This 1 month is very crucial. Yes, ഇത് 30 ദിവസം നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അവരുടെ മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ എടുക്കാൻ നോക്കും. കംപ്ലീറ്റ്ലി അങ്ങോട്ട് കോപ്പി അടിക്കലല്ല നമ്മൾ പറയുക. അതിൽ നിന്ന് നല്ല കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഷെഡ്യൂളിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുക. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക. So thank you so much for watching this video. ഇനിയും നല്ല ടിപ്സ് ഒക്കെ കാണണമെങ്കിൽ DNL ലേണിംഗിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. കമ്മ്യൂണിറ്റി ചാനലിലെ ലിങ്ക് ഒക്കെ താഴത്ത് കൊടുക്കുന്നതായിരിക്കും. So thank you Evelyn for spending your time over here. Thank you so much. Thank you. Bye. Bye.